ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഡിസംബർ തുടങ്ങി. 2025 എന്ത് പെട്ടെന്നല്ലേ അവസാനിച്ചേ. നമ്മൾ ജാനുവരി മാസത്തിൽ 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഈ വർഷം എനിക്ക് അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പലർക്കും അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലർക്ക് ഭയങ്കര നല്ല വർഷമായിട്ടുണ്ടാവും, ചിലർക്ക് ഒരു ആവറേജ് രീതിയിലായിരിക്കും, ചിലർക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് ഇനിയും ഒരു 30 ദിവസം കൂടെ ബാലൻസ് ഉണ്ട്. ഈ വർഷം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ചില ഹോബീസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു പുതിയൊരു സ്റ്റാർട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിട്ടുണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ചില ഹോബീസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചിലർക്കെങ്കിലും, പലർക്കും അറിയായിരിക്കും, എങ്കിലും ചിലർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് ഒരു വീഡിയോ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. അപ്പോൾ ഒരു 30 ദിവസത്തോളം നമ്മുടെ കയ്യിലുണ്ട്. ഈ 30 ദിവസം നമുക്ക് കുറച്ചൊന്ന് നമ്മളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇത്തിരി ഡിറ്റർമിനേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു 7-8 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഒരു ടു ഡു ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നാളെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. ആ ഒരു ഹോബി നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലോ, ഓരോ തവണയും നമ്മൾ മിസ്സായിട്ട് പോകുന്ന നമ്മുടെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് എഴുതി വെച്ചിട്ട് പോലും നടക്കാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹം വരും. അത് നമ്മളെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. കാരണം ഇപ്പം ഒരു 5-6 ടാസ്ക് എഴുതി വെച്ചിട്ട് അതിൽ ഒരു 3 ചെയ്യാൻ പറ്റുമെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് 5 ക്ലിയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് തോന്നാറ്. അപ്പം ആ ഒരു കാര്യം നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാവുന്ന കാര്യം. അപ്പം തലേന്ന് കിടക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് നാളത്തെ ദിവസം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നാളത്തെ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അതൊന്ന് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഒരു നോട്ട്ബുക്കിലോ ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്കിപ്പം ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ആൾക്കാരെല്ലാവരും തന്നെ നമ്മുടെ എന്താ പറയുക, ഗ്രോത്തിനെ വേണ്ടിയിട്ടായിരിക്കില്ല അവരുണ്ടാവുക. അപ്പം നമ്മുടെ ചുറ്റുമുള്ളതിൽ നിന്ന് നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതിപ്പോൾ ആൾക്കാർ മാത്രമാണെന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ചില ആപ്ലിക്കേഷൻസ്, ഈ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും, നമ്മുടെ സമയം കളയുക, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കുക. അപ്പോൾ അങ്ങനെ കളയാം. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ കുറേ തോട്ട്സ് കൊണ്ട് നടക്കുന്നുണ്ടാവും. ആ തോട്ട്സ് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ തോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ തോട്ട്സിനെയും ഒന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന, നമ്മുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. അല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പറ്റില്ല. പതുക്കെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ നമ്മുടെ സിറ്റുവേഷൻസ്, നമുക്ക് ഇപ്പോൾ നമ്മളെ ഒരു നെഗറ്റീവായി ബാധിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. അപ്പം ആ ഒരു ഇതിലൂടെ നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക, മെൻ്റൽ പീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരിൽ നിന്നാണെങ്കിലും നെഗറ്റീവായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് ഇൻസ്പയർ ആകാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അതായത് ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഫ്രം നെഗറ്റീവ് പീപ്പിൾസ് ആൻഡ് നെഗറ്റീവ് സറൗണ്ടിങ്സ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നോ പറയാൻ പഠിക്കാം. പലരുടെയും ബുദ്ധിമുട്ടാണത്. എനിക്കും പണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും കയറി അങ്ങേക്കും. എന്നിട്ട് അവസാനം അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നത്തിലേക്കൊക്കെ മാറും. അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളോട് നോ പറയാം. സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയാം. നോ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്തൊരു പ്രശ്നം, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമ്മളെ ബാധിക്കാനും പാടില്ല. അപ്പം നമ്മൾ എന്താക്കാം, നോ പറയാൻ പഠിക്കാം. അതാണ് മൂന്നാമത്, ലേൺ ടു സേ നോ. പിന്നെ പലപ്പോഴും പലയിടത്തുനിന്നും കേട്ട് മടുത്തിട്ടുള്ളൊരു ഹാബിറ്റാണ് റീഡിങ് ബുക്സ്. ഇതിപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 2 മിനിറ്റിൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് നമ്മുടെ ലോകം. അപ്പോൾ നമുക്ക് റീഡിങ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ച് സമയം, അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു 10 മിനിറ്റ് ഒരു പേജ് അല്ലെങ്കിൽ 2 പേജൊക്കെ വായിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പതുക്കെ എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം അങ്ങനെ റീഡിങ് ഹാബിറ്റ്സിനെ ബിൽഡ് ചെയ്യാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് പാടെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായി കുടിക്കാം. അത് നമ്മുടെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാനും നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ. അതാണ് 5-ാമത്തെ കാര്യം. ഇനി 6-ാമത്തെ കാര്യം, വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഡെയിലി രാവിലെ നടക്കാൻ പോകണം. ഇതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ മൂവ്മെൻറ്റ്സ്, നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സിലൂടെ നമ്മുടെ ബോഡീനെ ഒന്ന് മൂവ് ചെയ്യുക. അതാണ് ഞാൻ വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 മിനിറ്റ്, അതും പറ്റില്ല, ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഒക്കെ ഒരു സോങ് ഉണ്ടാവുള്ളൂ. ഒരു സോങ് വെക്കുക, ആ സോങ്ങിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പിൽ ഒരു ഡാൻസ് കളിക്കുക. അതൊക്കെയാണ് വർക്കൗട്ട് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ജിമ്മിൽ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ വർക്കൗട്ട് ഇസ് എ മസ്റ്റ്.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 1 2 3 മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക, ഞാൻ 3 എന്ന് പറഞ്ഞ് എണ്ണുന്ന സമയത്ത് ഞാൻ ആ കാര്യം ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ബെഡിൽ കിടക്കാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മടിയാ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ മൈൻഡിൽ പറയാം, ഞാൻ 3 എന്ന് എണ്ണുന്ന സമയത്ത് ഞാൻ ഇവിടെ എഴുന്നേറ്റിരിക്കും. അപ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ ഞാനിവിടെ എണീക്കും. അപ്പോൾ അതൊരു എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ അങ്ങ് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, 3 എന്ന് പറഞ്ഞ് എണ്ണുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും എഴുന്നേക്ക്, എണീറ്റ് പോയി ഇത് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അത് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ആകുമ്പോൾ ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ഈ മാറ്റി വെച്ച് കുറേ ദിവസങ്ങളായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഹോബി എന്ന് പറയുന്നത് സ്റ്റാർട്ട് സേവിങ്സ്. അതായത് സേവിങ്സ് എന്ന് പറയുമ്പോൾ ഡെയിലി 100 രൂപ അല്ലെങ്കിൽ 500 രൂപ, ഇത്ര പൈസ ഇന്ന മാസം, അതൊന്നുമല്ല. നമ്മുടെ കയ്യിൽ ചെറിയ ചില്ലറ പൈസകൾ നമ്മളൊരു ചെറിയ ബോട്ടിലോ ചെറിയൊരു ബോക്സിലോ ഒക്കെ ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു മണി ബോക്സ് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ജാറോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പൈസ സേവ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാസം തീരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ആ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ, ഞാൻ ഇത്ര ദിവസം ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പം എനിക്ക് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒക്കെ ഒരു ഇമ്പ്രൂവ് ആയ രീതിയിൽ, നമ്മളെന്ന് പറയുന്ന ഒരു പേഴ്സൺ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ ലൈഫിൽ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പം വീണ്ടും സേവ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് മേക്ക് എ റൊട്ടീൻ. അതായത് നമുക്കിപ്പം എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് ഇന്ന സമയത്ത് ഞാൻ എണീക്കുന്നു, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോകുക. അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീൽ വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വളരെ കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇങ്ങനെ കുഞ്ഞു ചേഞ്ചസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളെന്ന് പറയുന്ന പേഴ്സൺ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നും. അത് നമ്മുടെ ലൈഫ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ചെറിയ സ്റ്റെപ്പുകൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് കുറച്ച് സിമ്പിൾ ഹാബിറ്റ്സ്, ആ ഹാബിറ്റ്സിനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് അഡ്വൈസ് വീഡിയോ ആയിട്ട് എടുത്താൽ മതി. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് നെഗ്ലക്ട് ചെയ്ത് വിടാം. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറ്റുന്നതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം ഈ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി, നമ്മുടെ ലൈഫിൽ ഇന്ന ചേഞ്ചസ് ഒക്കെ വന്നു എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടും. അപ്പം നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് തുടങ്ങുമ്പോൾ നമ്മളൊന്നും ചെയ്യാതെ അല്ല പുതിയൊരു വർഷത്തിലേക്ക് തുടങ്ങുന്നത്. നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തുന്നത്. ഈ ഒരു 30 ദിവസം നമുക്ക് ധാരാളമാണ് നമുക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും കുഞ്ഞു ഹാബിറ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊക്കെ കമൻസിൽ ഷെയർ ചെയ്യാം. ബാക്കിയുള്ളവർക്കും കൂടെ അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.